പാലായിലെ കാവുംകണ്ടം മരിയ ഗൊരേത്തി ദേവാലയത്തിലെ മുൻഭാഗത്തെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ എറിഞ്ഞു തകർത്ത സംഭവത്തിൽ പ്രതികളെ തേടി പോലീസ്. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ പിടികൂടി നിയമപരമായി ശിക്ഷിക്കണമെന്നതാണ് ഇടവകക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കുറ്റവാളികൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർത്ത് അവരെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും ഇടവകക്കാർ പറയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ കൃത്യമായ രേഖകളോ തിരിച്ചറിയൽ കാർഡുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ പഞ്ചായത്തിലുണ്ടോ? നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ടോ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അധികാരികൾ കാണിക്കുന്ന ജാഗ്രതയെ നാട്ടുകാർ വിമർശിച്ചു. സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടുമായി നിരവധി രാഷ്ട്രീയക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. ജോസ് കെ മാണി MP പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയെയും DYSPയെയും ബന്ധപ്പെട്ട് ആവശ്യം അറിയിക്കുകയും പള്ളിക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചു. പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ദേവാലയത്തിലെത്തി സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മതസൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് എടത്തിനാലിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളും അറിയിച്ചു.